ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വായിക്കാം. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 19-ാം വാക്യം നമുക്ക് വായിക്കാം. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 19-ാം വാക്യം. യോശുവ ആഖാനോട്, മകനെ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റു പറയുക, നീ എന്തു ചെയ്തു എന്ന് പറയുക, എന്നോട് മറച്ചു വയ്ക്കരുത് എന്ന് പറഞ്ഞു. യോശുവ ആഖാനോട് പറയുന്നു. ആഖാൻ വലിയ തെറ്റാണ് ചെയ്തത്. എന്നാൽ ആ തെറ്റ് ആഖാൻ സമ്മതിക്കാൻ കൂട്ടാക്കിയില്ല. വേദപുസ്തകത്തിലെ ഒരു ദുരന്ത കഥാപാത്രമാണ് ആഖാൻ. വളരെ ദയനീയമായ ഒരു അന്ത്യത്തിലേക്ക് എത്തിച്ചേർന്ന് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലേക്ക് വന്നു ചേർന്ന ഒരാളാണ് ആഖാൻ. ആഖാൻ ഒരു പാപം ചെയ്തു. ശപഥാർപ്പിത വസ്തു എടുത്തു, മോഷ്ടിച്ചു, മറവ് ചെയ്തു. അരുത് എന്ന് ദൈവം പറഞ്ഞിരുന്നതാണ്. എരിഹോ കോട്ട പിടിക്കുമ്പോൾ ഒരു കാരണവശാലും അവിടെ നിന്ന് യാതൊന്നും ആരും എടുത്തു പോകരുത് എന്ന് ദൈവത്തിൻ്റെ കൽപ്പനയുണ്ടായിരുന്നു. ആഖാൻ കൽപ്പന ലംഘിച്ചു. ആഖാൻ കൽപ്പന ലംഘിച്ചത് മൂലം ആ ദേശത്തുള്ള അനേകം ആളുകൾക്ക് കഷ്ടവും നഷ്ടവും വന്നു. ഇസ്രായേൽ ജനത്തിന് വലിയ കെടുതി സംഭവിച്ചു, വലിയ നാശം സംഭവിച്ചു. ഒരാളുടെ തെറ്റുമൂലം അനേകർക്ക് കഷ്ടനഷ്ടങ്ങൾ വന്നുപോയി. എന്നാൽ യോശുവ നിലവിളിച്ചുകൊണ്ടൊരു പകൽ മുഴുവൻ കിടന്നപ്പോഴും പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി ഇരുന്നപ്പോഴും ഒന്നും ആഖാൻ സ്വന്തം തെറ്റ് സമ്മതിക്കാൻ തയ്യാറായില്ല. ആഖാൻ ഓടി വരാമായിരുന്നു. ഞാനാണ് കുറ്റവാളി എന്ന് പറയാമായിരുന്നു. എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയാമായിരുന്നു. ഞാൻ ഒരാൾ മൂലമാണ് ഇസ്രായേൽക്കാർക്ക് ഈ വലിയ കഷ്ടനഷ്ടങ്ങൾ വന്നത് എന്ന് പറയാമായിരുന്നു. ഞാൻ കൊള്ള മുതലിൽ ചിലത് എടുത്തു വെച്ചു എന്ന് പറയാമായിരുന്നു. എരിഹോ കോട്ട പിടിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടിയതായ ദൈവത്തിന് നിവേദിതമായത്, ദൈവത്തിന് ഡിവോട്ടഡായത്, ശപഥാർപ്പിത വസ്തുവായത് ഞാൻ എടുത്തുപോയി എന്ന് ആഖാന് വന്ന് പറയാമായിരുന്നു. പക്ഷേ ആഖാനത് പറഞ്ഞില്ല. യോശുവ പകൽ മുഴുവൻ കരഞ്ഞുകൊണ്ട് കിടന്നു. അപ്പോഴാണ് ദൈവം പറഞ്ഞത്, ഇസ്രായേലിൻ്റെ നടുവിലൊരു ശാപമുണ്ട്. ശാപം നീക്കാതെ എൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് തരികയില്ല, എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് തരികയില്ല. ഞാൻ നിങ്ങളോട് ഇരിക്കണമെങ്കിൽ നിങ്ങളിൽ നിന്ന് പാപം മാറ്റണം, ശാപം മാറ്റണം. ദൈവത്തിൻ്റെ വചനം ലഭിച്ചു. യോശുവ സങ്കടത്തോടെ നോക്കി. ആരും മുന്നോട്ട് വരുന്നില്ല. ഇസ്രായേലിന് നടുവിൽ ഈ ശാപം വരുവാൻ കാരണക്കാരനായവൻ മുന്നോട്ട് വരുന്നില്ല, പാപം ഏറ്റു പറയുന്നില്ല. അവസാനം ദൈവത്തിൻ്റെ അത്ഭുതകരമായ വിശുദ്ധ വ്യാപാരത്താൽ കുലം പിടിക്കപ്പെട്ടു, ഗോത്രം പിടിക്കപ്പെട്ടു, വംശം പിടിക്കപ്പെട്ടു, കുടുംബം പിടിക്കപ്പെട്ടു, വ്യക്തിയായി പിടിക്കപ്പെട്ടു വന്നപ്പോഴുണ്ട് ആഖാൻ കുറ്റവാളിയാണെന്ന് പിടിക്കപ്പെട്ടു. വ്യക്തിപരമായി ആഖാനിൽ കുറ്റം കണ്ടെത്തി. ആഖാനാണ് ഉത്തരവാദി എന്ന് മനസ്സിലായി. ആഖാനാണ് പാപം ചെയ്തതെന്ന് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് ആഖാൻ പിടിക്കപ്പെട്ട് വന്നപ്പോഴാണ് ആഖാൻ നിസ്സഹായതയോടെ നോക്കി നിന്നത്. എന്തു ചെയ്യും? പിടിക്കപ്പെട്ടു പോയി. തെറ്റ് പറ്റിയെന്ന് എല്ലാവരും അറിയാനിടയായി. സകലരുടെയും മുന്നിൽ തെറ്റ് പറ്റിയെന്ന് വ്യക്തമായി കഴിഞ്ഞു. യോശുവ ആഖാനോട് പറയുകയാണ്. യോശുവ പറയുന്ന വാക്കാണ്. യോശുവ ആഖാനോട്, മകനെ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റു പറയുക, നീ എന്തു ചെയ്തു എന്ന് പറയുക, എന്നോട് മറച്ചു വയ്ക്കരുത് എന്ന് പറഞ്ഞു. യോശുവ പറയുകയാണ്, മകനെ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് നീ മഹത്വം കൊടുക്കുക. നീ ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. നീ ദൈവത്തെ ഭയന്നില്ല. ദൈവഭയമില്ലാതെ പോയി. ദൈവഭക്തിയില്ലാതെ പോയി. എല്ലാം കാണുന്നൊരു ദൈവമുണ്ട് എന്ന് നീ അറിഞ്ഞില്ല. അതോ അറിഞ്ഞെങ്കിലും നീ ഗവനിച്ചില്ല. ദൈവഭയമില്ലാതെ നീ പ്രവർത്തിച്ചു പോയി. മകനെ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് നീ ഏറ്റു പറയുക. നീ അനുതപിക്കുക. ദൈവത്തോടാണ് നീ ഏറ്റു പറയേണ്ടത്. നീ ദൈവത്തോട് ഏറ്റു പറയുക. നീ എന്തു ചെയ്തു എന്ന് നീ ഏറ്റു പറയണം. ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞാൽ പോരാ, എന്ത് പാപം ചെയ്തു നീ ഏറ്റു പറയണം. നീ വ്യക്തമായും കൃത്യമായും നിൻ്റെ പാപം ഏറ്റു പറയണം.
മകനെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറയുക, നീ എന്ത് ചെയ്തു എന്ന് ഏറ്റുപറയുക. ദൈവത്തിൻ്റെ അഭിഷിക്തനായ എന്നോട് നീ മറച്ചു വയ്ക്കരുത്. യഹോവയുടെ അഭിഷിക്തനായ എന്നോട് നീ മറച്ചു വയ്ക്കരുത്. ദൈവസന്നിധിയിൽ നീ അനുദപിക്കണം. ദൈവസന്നിധിയിൽ അനുദപിച്ച് നീ ഏറ്റുപറയണം. ദൈവ തിരുമുൻപാകെ നീ അനുദപിച്ച് പശ്ചാത്തപിച്ച് നീ ഏറ്റുപറയണം. കൃത്യമായി നീ ഏറ്റുപറയണം, അനുദപിക്കണം. പോരാ, ദൈവം നിർത്തിയിരിക്കുന്ന, ജനത്തെ നടത്തുവാൻ ദൈവം നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തനോട് ഒട്ടും മറച്ചു വയ്ക്കാതെ നീ ഏറ്റുപറയണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ ഭീകരത മനുഷ്യനെ ഇന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പാപത്തിൻ്റെ ഭയാനകമായ നീരാളിപ്പിടുത്തത്തിൽ മനുഷ്യ ജീവിതം ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനേകരിന്ന് ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭവനങ്ങൾ ഇന്ന് വലിയ ദുരിതത്തിലും യാതനയിലും വേദനയിലുമായി ഉലയുകയാണ്. അനേകം കുടുംബങ്ങളിൽ നിന്ന് സമാധാനമില്ല. വ്യക്തി ജീവിതത്തിൽ നിന്ന് സ്വസ്ഥതയില്ല. അനേകരെ എരിവൊരിക്കൊള്ളുകയാണ്, ഉള്ളുരുകി വലയുകയാണ്. രോഗത്തിൻ്റെ ബാധയാകാം, അതല്ലെങ്കിൽ കുടുംബത്തിൽ പണത്തിൻ്റെ ഞെരുക്കമാകാം, കടത്തിൻ്റെ ഭീകരമായ ബാധ്യതയാകാം, വ്യക്തികൾ തമ്മിലുള്ളതായ പരസ്പര വൈരുദ്ധ്യമാകാം, വഴക്കാകാം, പിണക്കമാകാം. അനേകം വിഷയങ്ങൾ ഇങ്ങനെ കുടുംബങ്ങളെല്ലാം ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെയുണ്ട് സമാധാനം? എവിടെയുണ്ട് സ്വസ്ഥത? സ്വസ്ഥത വേണമെങ്കിൽ, സമാധാനം വേണമെങ്കിൽ പാപത്തെ മാറ്റണം. പാപത്തെ ഒഴിവാക്കിയാൽ മാത്രമേ സ്വസ്ഥത കൈവരികയുള്ളൂ. പാപത്തെ ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? പാപം ഏറ്റുപറയണം. പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം 13-ാം വാക്യം വളരെ വ്യക്തമായി നമുക്ക് നിർദ്ദേശം തരുന്നുണ്ട്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം 13-ാം വാക്യം നമുക്ക് കേൾക്കാം. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഏറ്റുപറയുന്നുണ്ട്, പക്ഷേ പലരും ഉപേക്ഷിക്കാറില്ല. ഏറ്റുപറയുന്നുണ്ട്, തെറ്റുപറ്റിപ്പോയി, തന്നെത്താൻ ഏറ്റുപറയുന്നുണ്ട്, പക്ഷേ ഉപേക്ഷിക്കുന്നില്ല. പിന്നെയും ആവർത്തിക്കുന്നു. പിന്നെയും തെറ്റ് ചെയ്യുവാനുള്ള ഒരു ലൈസൻസ് പോലെയാണ് പലപ്പോഴും ഏറ്റുപറച്ചിൽ നടക്കുന്നത്. പാപം പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. വ്യക്തമായി തിരുവചനം പറയുകയാണ്, മറച്ചു വയ്ക്കരുത്. മറച്ചു വെച്ചാൽ ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഏറ്റുപറയുക മാത്രമല്ല, എന്നേക്കുമായി ഉപേക്ഷിക്കണം, മേലിൽ വരരുത്. ലംഘനങ്ങളെ മറയ്ക്കുന്നതിന് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത കിട്ടുകയില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യോനാ പ്രവാചകൻ കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. യോനാ പ്രവാചകൻ പാപം ചെയ്തു. യോനാ പ്രവാചകൻ കൽപ്പന ലംഘിച്ചു. യോനാ പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാടിന് അനുസരണം കാണിച്ചില്ല. യോനാ പ്രവാചകനോട് പറഞ്ഞു, കിഴക്ക് നിനവയിലേക്ക് പോകാ എന്ന് പറഞ്ഞു. യോനാ പ്രവാചകൻ പടിഞ്ഞാറോട്ട് തർശീസിലേക്ക് പോയി. ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധ ദിശയിലേക്ക് യോനാ പ്രവാചകൻ യാത്ര ചെയ്തു. പ്രവാചകനാണ്, വചനം ലഭിച്ചവനാണ്, ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയവനാണ്, ദൈവം നേരിട്ട് സംസാരിച്ചവനാണ്, ദൈവത്തിന് നിയോഗം ലഭിച്ചവനാണ്, ദൈവിക ശുശ്രൂഷ ലഭിച്ചവനാണ്. പക്ഷേ ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായി സഞ്ചരിച്ചു പോയി. പ്രവാചകൻ ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിച്ചു പോയി. പ്രവാചകൻ കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോഴാണ് വലിയ കോളിളക്കം ഉണ്ടായത്. വലിയ കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കപ്പൽ ആടി ഉലഞ്ഞു. വലിയ നഷ്ടം വന്നു. ചരക്കുകളെല്ലാം കടലിലേക്ക് എറിഞ്ഞു. മധ്യധരണിക്കടലിലൂടെ പോകുന്ന ആ കപ്പലിലുണ്ടായിരുന്ന ചരക്കുകളെല്ലാം കടലിലേക്ക് എറിഞ്ഞു. എല്ലാം നഷ്ടം. പക്ഷേ കടൽ ശാന്തമാകുന്നില്ല, കോളിളക്കം മാറുന്നില്ല, കൊടുങ്കാറ്റ് ശമിക്കുന്നില്ല. എന്താണ് കാരണം? അവസാനം ചീട്ടിട്ടു. അവസാനം യോനാ പ്രവാചകന് ചീട്ട് വീണു. യോനാ പ്രവാചകൻ വ്യക്തമായും ഏറ്റുപറയേണ്ടി വന്നു. യോനാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ കാണുന്നു. യോനാ പ്രവാചകൻ ഏറ്റുപറയുകയാണ്, ഞാനൊരാൾ നിമിത്തമാണ് ഈ കഷ്ടത നിങ്ങൾക്ക് വന്നത് എന്ന്. നമുക്ക് വായിക്കാം. അവൻ അവരോട്, എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളവിൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു എന്ന് യോനാ പ്രവാചകൻ പറഞ്ഞു. ഒരു പോംവഴിയേ ഉള്ളൂ.
എന്നെ എടുത്ത് സമുദ്രത്തിലേക്ക് എറിഞ്ഞു കളയുവീൻ, സമുദ്രത്തിലേക്ക് ഇട്ട് കളയുവീൻ, എന്നെ എടുത്ത് സമുദ്രത്തിലേക്ക് ഇട്ട് കളയുവീൻ, അപ്പോൾ കടൽ ശാന്തമാകും. യോനാ പ്രവാചകൻ ഏറ്റുപറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്താ ഉണ്ടായത്? അവിടെ കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്ന് യോനാ പ്രവാചകനെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ചില മറഞ്ഞു കിടക്കുന്ന പാപങ്ങൾ അടിത്തട്ടിൽ ഒളിഞ്ഞൊളിഞ്ഞിരിപ്പുണ്ട്. ഹൃദയത്തിൻ്റെ അന്തരാളത്തിൽ, ഉള്ളിൻ്റെ ഉൾത്തട്ടിൽ ഇന്ന് പാപങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്. അത് അവിടെ നിന്ന് ഉയർത്തിയെടുത്ത് എറിഞ്ഞു കളഞ്ഞാൽ മാത്രമേ ജീവിതത്തിൽ സ്വസ്ഥത കിട്ടുകയുള്ളൂ. ഏറ്റുപറയാത്ത പാപങ്ങളുണ്ട്, ഉപേക്ഷിക്കാത്ത പാപങ്ങളുണ്ട്. നാം മൂലം ചിലർക്ക് വേദന വന്നിട്ടുണ്ട്, നാം മൂലം ചിലർക്ക് നഷ്ടം വന്നിട്ടുണ്ട്, നാം മൂലം ചിലർക്ക് കഷ്ടം വന്നിട്ടുണ്ട്, നാം മൂലം ചില കെടുതികൾ സംഭവിച്ചു പോയിട്ടുണ്ട്, നാം മൂലം ചിലർ മനോവേദനയിലായി ഇന്ന് വലഞ്ഞ് വിഷമിച്ച് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പോയ പാപങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറാതെ നമ്മുടെ കുടുംബത്തിന് സ്വസ്ഥത കിട്ടുകയില്ല, നമ്മുടെ ജീവിതത്തിന് സമാധാനം കിട്ടുകയില്ല, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ അനന്തര തലമുറയ്ക്ക് സ്വസ്ഥത ലഭിക്കുകയില്ല. ഇന്ന് സാരമില്ല എന്ന് നമുക്ക് തോന്നും, ഇന്ന് പേടിക്കാനില്ലോ എന്ന് തോന്നും. എന്നാൽ കെടുതികൾ ഒന്നിനുമേലൊന്നായി ഇന്ന് ജീവിതത്തിലേക്ക് വരുന്നത് നാം കാണുമ്പോൾ നാം അമ്പരന്ന് പോകും. എന്തുകൊണ്ട് എനിക്ക് ഈ കെടുതികൾ ഉണ്ട്? മകനേ, നിന്റെ ജീവിതത്തിൽ ചില മറിഞ്ഞു കിടക്കുന്ന പാപങ്ങളുണ്ട്, അടിത്തട്ടിൽ മറിഞ്ഞു കിടക്കുന്ന പാപങ്ങളുണ്ട്. യോനായെ കപ്പലിൻ്റെ അടിത്തട്ടിൽ നിന്ന് പൊക്കിയെടുത്തു. യോനായെ ഒരു കരുണയും കൂടാതെ സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു, സമുദ്രത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഇന്ന് ഹൃദയത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന പാപങ്ങളെ എടുത്ത് പൊക്കി എറിഞ്ഞു കളയുക. ഓരോ സമയങ്ങളിലൊന്നു പോയ പാപങ്ങൾ, ഓരോ കാലങ്ങളിലൊന്നു പോയ പാപങ്ങൾ, അവയവം പ്രതിയായി വന്നു പോയ പാപങ്ങൾ എല്ലാം എടുത്ത് എറിഞ്ഞു കളയുക, എല്ലാം എടുത്ത് ദൂരെ കളയുക, എല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. എൻ്റെ കർത്താവേ, വന്നുപോയി ക്ഷമിക്കണമേ. യേശുവേ, എനിക്ക് അപകടം പറ്റിപ്പോയി, അനർത്ഥം വന്നുപോയി, എനിക്ക് പാപം വന്നുപോയി. എൻ്റെ ദൈവമേ, ഈ അതിക്രമം എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ ജീവിതത്തിലെ ഈ ലംഘനം എൻ്റെ മേൽ കണക്കിടല്ലേ. ദൈവസന്നിധിയിൽ അനുതാപത്തോടെ കടന്നു വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് പാപം ഏറ്റുപറയണം. ഒന്നും മറഞ്ഞിരിക്കുന്നില്ല, ദൈവം എല്ലാം കാണുന്നുണ്ട്. മനുഷ്യൻ മറച്ചാലും ദൈവം കാണുന്നുണ്ട്. സ്വർഗത്തെ ദൈവത്തെ മറയ്ക്കാൻ സാധിക്കുകയില്ല, ദൈവത്തെ ഒളിക്കാൻ സാധിക്കുകയില്ല. സങ്കീർത്തനക്കാരൻ പറയും, ദൈവമേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. ഞാൻ ഇരിക്കുന്നതും ഞാൻ നടക്കുന്നതും ഞാൻ കിടക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. നീ മുഴുവൻ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ എൻ്റെ നിരൂപണം ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ മനോരാജ്യം, എൻ്റെ ചിന്തകൾ നീ അറിയുന്നു. എൻ്റെ നാവിലെ വാക്ക് നീ അറിയുന്നു. എൻ്റെ ഓരോ അവയവവും നീ കണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ കർത്താവേ, നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. നീ മുഴുവൻ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. എൻ്റെ കർത്താവേ, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. നിൻ്റെ ആത്മാവിനെ ഒളിച്ചാൽ ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ടാൽ ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ എവിടെയുണ്ട്? പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ എവിടെയുണ്ട്? ഞാൻ ഉഷസിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് വാർത്താൽ അവിടെയും നിൻ്റെ കൈ എന്നെ നടത്തും, നിൻ്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചവൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലെ നിനക്ക് മറവായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. ദൈവമേ, നീയല്ലോ എൻ്റെ അന്തരങ്ങൾ നിർമ്മിച്ചത്. ഭയങ്കരവും അതിശയമായി നിന്നെ സൃഷ്ടിച്ചിരിക്കിയാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. സഹോദരങ്ങളെ, സ്വർഗത്തിലെ ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല. അന്തരിന്ദ്രിയങ്ങളെ ദൈവം ശോധന ചെയ്യുന്നവനാണ്. ഉൾപ്പൂവുകളെ ദൈവം പരിശോധിക്കുന്നവനാണ്. മനോവിചാരങ്ങളെ ദൈവം ശോധന ചെയ്യുന്നവനാണ്. മനോവികാരങ്ങളെ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. സ്വർഗത്തിലെ ദൈവം, നിത്യനായ ദൈവം ഹൃദയ രഹസ്യങ്ങൾ അറിയുന്നവനാണ്. രഹസ്യമായി ഉള്ളറയിൽ ഒതുങ്ങിയും ഒളിഞ്ഞും കിടക്കുന്ന പാപങ്ങൾ എടുത്ത് എറിഞ്ഞു കളയുക. യോനായെ എടുത്തെറിഞ്ഞു കളഞ്ഞു. ഉടനെ എത്ര അത്ഭുതം! കൊടുങ്കാറ്റ് ശമിച്ചു, തിരമാലകൾ അടങ്ങി, കടൽ ശാന്തമായി. എന്തൊരത്ഭുതം! ഒരു യോനായാണ് പ്രശ്നമായിരുന്നത്. എടുത്തു മാറ്റിയപ്പോൾ എല്ലാം ശാന്തമായി. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തു മാറ്റി കളയേണ്ടത് എന്തെല്ലാം ഉണ്ട്? എന്നേക്കുമായി വിട്ടുകളയേണ്ടതായ പാവങ്ങൾ എന്തെല്ലാം ഉണ്ട്? ഒരിക്കലും ഇനി തിരികെ എടുക്കുകയില്ല എന്ന് തീരുമാനിച്ച് എറിഞ്ഞു കളയേണ്ട പാവങ്ങൾ എന്തെല്ലാം ഉണ്ട്? എല്ലാം എറിഞ്ഞു കളയുക. മകനെ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോടേറ്റ് പറയുക, നീ എന്ത് ചെയ്തു എന്ന് പറയുക. എന്നോട് നീ മറച്ചു വയ്ക്കരുത്, പാവം മറച്ചു വയ്ക്കരുത്. എല്ലാം എറിഞ്ഞു കളയുക, എല്ലാം ഉപേക്ഷിക്കുക, എല്ലാം ഏറ്റുപറയുക, അനുദപിക്കുക. സങ്കടത്തോടെ, എൻ്റെ കർത്താവേ, സംഭവിച്ചു പോയി,
തിരുത്താൻ വകയില്ലല്ലോ, പ്രായശ്ചിത്തം ചെയ്യാൻ മാർഗമില്ലല്ലോ. ഇല്ലേ പ്രിയപ്പെട്ടവരെ? ഭ്രൂണഹത്യ തിരുത്താൻ സാധിക്കുമോ? ശിശുവിനെ കൊന്നുകഴിഞ്ഞു. ശിശു ഗർഭസ്ഥ ശിശുവിനെ ഗർഭത്തിൽ വെച്ച് കൊന്നുകളഞ്ഞു. ഓടയിലൂടെ ഒഴുകിപ്പോയി. ഓ എൻ്റെ ദൈവമേ, എനിക്ക് തിരുത്താൻ മാർഗമില്ലല്ലോ, പ്രായശ്ചിത്തം ചെയ്യാൻ മാർഗമില്ലല്ലോ. എന്തു ചെയ്യും കർത്താവേ? ഇനി നീ എന്നോട് ക്ഷമിക്കുകയല്ല, ഞാൻ എന്തു ചെയ്യും? ദൈവസന്നിധിയിലേക്ക് തകർന്ന് ചെല്ലുക. ക്ഷമിക്കുന്നവനാണ് ദൈവം, സ്നേഹത്തോടെ പൊറുക്കുന്നവനാണ് ദൈവം. മറക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന സ്വർഗീയ സ്നേഹം എല്ലാം മറന്നു തരും, എല്ലാം പൊറുത്തു തരും, എല്ലാം ക്ഷമിച്ചു തരും, എല്ലാം മാറ്റിത്തരും, എല്ലാം കഴുകിത്തരും. സഹോദരങ്ങളെ, അതാണ് ഗോകുൽത്തായിലെ സ്നേഹം, അതാണ് ക്രൂസിലെ സ്നേഹം. ക്രൂസിലെ നിത്യസ്നേഹം എല്ലാം ക്ഷമിക്കുവാൻ തയ്യാറാണെന്നാണ് പറയുന്നത്. ഏതെല്ലാം ഹീനപാതകങ്ങൾ വന്നുപോയോ, ഏതെല്ലാം മലിനമായ വഴികളിലൂടെ സഞ്ചരിച്ചു പോയോ, പുറത്തു പറയാൻ ലജ്ജിക്കുന്നതായ എത്രയെത്ര അറപ്പാർന്ന വഴികളിലൂടെ നിങ്ങൾ ജീവിച്ചു പോയോ, എല്ലാം മാറ്റിമറിച്ച് നിങ്ങൾക്കൊരു പുതിയ ജീവിതം തരുവാൻ, കഴുകി വെടിപ്പാക്കി നിങ്ങളെ വിശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് നടത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് മനസ്സാണ്. ദൈവത്തിന് അതിന് സമ്മതമാണ്. നിങ്ങളൊരു കാര്യം മാത്രം ചെയ്യൂ. മകനെ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറയുക. എന്തു ചെയ്തു എന്ന് നീ ഏറ്റുപറയുക, എന്നോട് നീ മറച്ചു വയ്ക്കരുത്. യോശുവ ആഖാനോടത് പറഞ്ഞു. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പാപങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏറ്റുപറയാത്ത പാപങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? അയ്യോ, വേണ്ടായിരുന്നു. ഇന്നും ഹൃദയത്തിലത് തികട്ടിക്കൊണ്ടിരിക്കുന്നു, ഇന്നും മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്നതാണെന്ന് ഒരുപക്ഷെ അറിയാൻ വയ്യാത്ത രീതിയിൽ ഏതോ ചില അസ്വസ്ഥതകൾ നിങ്ങളെ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നു. ഏതോ ചില അസ്വസ്ഥതകൾ എന്താണ് നിങ്ങൾക്കിതിനെ മനസ്സിലാകുന്നില്ല. പാപം മറന്നുപോയി, എന്നോ ചെയ്തു പോയ പാപമല്ലേ, പാപം അങ്ങ് മറന്നുപോയി. പക്ഷേ ചില അസ്വസ്ഥതകൾ നിൽക്കുന്നു. അസ്വസ്ഥതകൾ ഈ മനസ്സാക്ഷിയുടെ അകക്കാമ്പിൽ വരുന്നതായ ചില കുത്തലുകൾ മനസ്സിനെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്നതായും തിരിച്ചറിയാൻ പറ്റുന്നുമില്ല. എന്താണ് എൻ്റെ മനസ്സിലൊരു അസ്വസ്ഥത, എന്താണ് എൻ്റെ മനസ്സിലൊരു പ്രയാസം, ഏതാണ്ടെല്ലാം ഉണ്ടല്ലോ ഒരു പ്രയാസം, എന്താണെന്ന് പിടികിട്ടുന്നില്ല. അങ്ങനെ വലയുന്നവരാരെങ്കിലും ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ശാന്തമായി ദൈവത്തിൻ്റെ വചനവുമായി ദൈവ സന്നിധിയിലേക്ക് നിങ്ങൾ വന്ന് നിങ്ങൾ ശ്രദ്ധയോടെ വചനം ധ്യാനിക്കുക. കർത്താവേ, നിൻ്റെ വചനത്തിന് മുമ്പിലേക്ക് ഞാൻ വന്നിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന പാപങ്ങളെ നീ കാണുന്നുവല്ലോ, എനിക്കും കാണാൻ കൃപ തരണമേ. നീ കാണുന്നത് പോലെ കാണാൻ കൃപ തരണമേ. നീ വേദനിക്കുന്നത് പോലെ വേദനിക്കാൻ കൃപ തരണമേ. നീ കാണുന്നത് പോലെ കാണാനും നീ ദുഃഖിക്കുന്നത് പോലെ ദുഃഖിക്കുവാനും എൻ്റെ പാപത്തെ ഓർത്ത് നീ വേദനിക്കുന്നത് പോലെ വേദനിക്കുവാനും എനിക്ക് കൃപ തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് വളരെ വ്യക്തമായും കാണിച്ചു തരും, പാപം കാണിച്ചു തരും. മകനെ, ഇസ്രായേൽ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറയുക. നീ എന്ത് ചെയ്തു എന്ന് പറയുക, എന്നോട് നീ മറച്ചു വയ്ക്കരുത്. ആഖാൻ എന്താണ് ചെയ്തത്? നമുക്ക് വായിക്കാം, അടുത്ത വാക്യം. ആഖാൻ യോശുവയോട്, ഞാൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയോട് പിഴച്ച് ഇന്നത് ചെയ്തിരിക്കുന്നു, സത്യം. യഹോവയോട് ഞാൻ പിഴച്ചു. ആഖാൻ ഏറ്റുപറയുകയാണ്. സമയം കഴിഞ്ഞിട്ടാണ് ഏറ്റുപറയുന്നത്, പക്ഷേ ഏറ്റുപറയുകയാണ്. യഹോവയോട് ഞാൻ പിഴച്ചു, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ഞാൻ പിഴയാളി, ഞാൻ കുറ്റവാളി, ഞാൻ പാപി, യഹോവയോട് ഞാൻ പിഴച്ചു. പ്രിയപ്പെട്ടവരെ, ഇല്ലേ, നിങ്ങൾക്കും പറയാൻ വക കാണുകയില്ലേ? ദൈവത്തോട് ഞാൻ ഇന്ന കാര്യത്തിൽ തെറ്റ് ചെയ്തു പോയി, രഹസ്യങ്ങൾ അറിയുന്ന ദൈവത്തോട് ഞാൻ തെറ്റ് ചെയ്തു പോയി, ദൈവം തന്ന ആരോഗ്യം കൊണ്ട് ഞാൻ പാപം ചെയ്തു പോയി. എൻ്റെ കർത്താവേ, എനിക്ക് ആയുസ് ദൈവത്തോട് എനിക്ക് തന്ന ആയുസ് കൊണ്ട് ഞാൻ പാപം ചെയ്തു പോയി. എൻ്റെ കർത്താവേ, എനിക്ക് തന്ന വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ ചിലരെ ഉപദ്രവിച്ചു പോയി. എനിക്ക് തന്ന കരുത്തുകൊണ്ട് ഞാൻ ചിലരെ ഉപദ്രവിച്ചു പോയി, വേദനിപ്പിച്ചു പോയി. എനിക്ക് തന്നതായ സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ ചിലർക്ക് വഴി മുടക്കിപ്പോയി, ഉപദ്രവം ചെയ്തു പോയി. എൻ്റെ കർത്താവേ, എനിക്ക് തന്ന ശരീരം കൊണ്ട് ഞാൻ അശുദ്ധിയിലേക്ക് പോയിപ്പോയി. എനിക്ക് നീ ദാനമായി തന്ന നാവ് കൊണ്ട് ഞാൻ മദ്യം രുചിച്ചു നോക്കി, മദ്യം എൻ്റെ നാവിലേക്ക് ഒഴിച്ചുപോയി. എൻ്റെ കർത്താവേ, എനിക്ക് തന്ന ശരീരത്തെ ഞാൻ മലിനപ്പെടുത്തിപ്പോയി. നീ തന്ന ശരീരമാണ്, നീ തന്ന ആയുസ്സാണ്, നീ തന്ന ജീവനാണ്, നീ തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. പക്ഷേ ഞാനതെല്ലാം നാനാവിധമാക്കി കളഞ്ഞു, എല്ലാം കളഞ്ഞു, എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. നാഥാ, തെറ്റുകൾ പറ്റിപ്പോയി, നാം ഏറ്റുപറയേണ്ടിയിരിക്കുന്നു. ആഖാൻ പറഞ്ഞു, ഞാൻ പിഴച്ചു, ഇന്നത് ചെയ്തിരിക്കുന്നു, സത്യം. സത്യമായും ഇന്നത് ചെയ്തു. ഞാൻ പിഴച്ചു എന്ന് പറഞ്ഞ് തീർക്കുകയല്ല, പിന്നെ എന്താണ് ചെയ്തത്? ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായ ഒരു ബാബിലോന്യ മേലങ്കിയും 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ട് മോഹിച്ച് എടുത്തു. അവ എൻ്റെ കൂടാരത്തിൻ്റെ നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു, വെള്ളി അടിയിലാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആഖാൻ വളരെ കൃത്യമായി പാവേറ്റ് പറയുകയാണ്. ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ നിന്ന് ചില വസ്തുക്കൾ കണ്ടു. ആദ്യം കാഴ്ചയാണ്, മോഹിച്ചു. കണ്ടു, മോഹിച്ചു. രണ്ടാമത് മോഹമാണ്.
കണ്ടു, മോഹിച്ചു, എടുത്തു. മൂന്നാമത് എടുക്കലാണ്. നാലാമത് മറവ് ചെയ്തു, ഒളിച്ചു വെച്ചു. എന്താണ് പറഞ്ഞത്? ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായ ഒരു ബാബിലോന്യ മേലങ്കിയും 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ടു, മോഹിച്ചു, എടുത്തു, നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു. കൂടാരത്തിനടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അനേകരെ കാഴ്ചയിൽ പാപം വരുന്നു. ദൈവം തന്ന കാഴ്ചശക്തി പാപത്തിന് വിട്ടുകൊടുക്കുന്നു. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി എന്ന് തിരുവചനം പറയുന്നു. സഹോദരങ്ങളെ, മോഹത്തോടുകൂടി നോക്കുന്നവൻ വ്യഭിചാരം ചെയ്തു പോയി. ദ സെക്കൻഡ് ലുക്ക് ഈസ് സിൻഫുൾ. രണ്ടാമത്തെ നോട്ടം പാപപൂർണ്ണമാണ്. കണ്ടു എന്നുള്ളത് പാപമല്ല, നോക്കി എന്നുള്ളത് പാപമാണ്. കണ്ടു, അത് പാപമല്ല. കണ്ടു, എന്നാൽ കാണാൻ വേണ്ടി നോക്കിയോ അത് പാപമായി. കാണാൻ വേണ്ടി നോക്കിയോ അതിൽ മോഹമുണ്ട്. മോഹത്തോട് നോക്കുന്ന ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ എങ്ങനെയെല്ലാമാണ് പാവമനുഷ്യനെ ഗ്രസിക്കുന്നത് എന്ന് വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. എങ്ങനെയെല്ലാം പാവമനുഷ്യനെ വിഴുങ്ങുന്നുവെന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്നുണ്ട്. പാപമനുഷ്യൻ വിഴുങ്ങാൻ നിൽക്കുകയാണ്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു എന്ന് അപ്പോസ്തലൻ പറയുന്നു. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. മോഹം, പാപം, മരണം. പാപത്തിന് ശമ്പളം മരണമത്രേ. ആഖാൻ പറഞ്ഞു, ഞാൻ കണ്ടു, മോഹിച്ചു, എടുത്തു, കൂടാരത്തിനടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു, വെള്ളി അടിയിലാകുന്നു. ബാബിലോന്യ മേലങ്കി, 250 ശേക്കൽ തൂക്കമുള്ള വെള്ളി, 50 ശേക്കൽ തൂക്കമുള്ള പൊൻകട്ടി. പ്രിയപ്പെട്ടവരെ, എല്ലാം കൃത്യമായി പറഞ്ഞു. പക്ഷേ പറയേണ്ട സമയത്ത് പറഞ്ഞില്ല, പറയാൻ തന്ന സമയത്ത് പറഞ്ഞില്ല. നമുക്ക് ദൈവം ഒരായുസ് തന്നിട്ടുണ്ട്. ഇന്ന് നമുക്കൊരു സമയം തന്നിട്ടുണ്ട്. ഇന്ന് വേണമെങ്കിൽ നമുക്ക് പാപം ഉപേക്ഷിക്കാം. വേണമെങ്കിൽ പാപത്തോട് നോക്കി യാത്ര പറയാം. പാപത്തെ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു കളയാം. ഇന്ന് നല്ല അവസരമാണ്. ഇന്ന് നമുക്ക് ഏറ്റവും നല്ല അവസരം തന്നിരിക്കുകയാണ്. രക്ഷപ്പെടാൻ നല്ല മനോഹരമായ സമയം തന്നിരിക്കുകയാണ്. കർത്താവ് നമുക്ക് ഏറ്റവും വിലയേറിയ സുവർണ്ണ അവസരം തന്നിരിക്കുകയാണ്. ഈ സമയം നിങ്ങൾ കളയരുത്. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന മനോഹരമായ സമയമാണ്. നിത്യജീവൻ്റെ അവകാശം ലഭിക്കുന്നതിന്, സ്വർഗത്തിൻ്റെ അവകാശം പ്രാപിക്കുന്നതിന്, സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം ലഭിക്കുന്നതിന്, പാപം മാറുവാൻ ദൈവം തരുന്ന അതിവിശിഷ്ടമായൊരു സന്ദർഭമാണിത്. നിങ്ങൾക്ക് പാപമേക്ഷിക്കാം, നിങ്ങൾക്ക് പാപം ഏറ്റുപറഞ്ഞുപേക്ഷിക്കാം. ഇത് നല്ല സമയമാണ്. സമയം കഴിഞ്ഞതിന് ശേഷം പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. സമയം കഴിഞ്ഞതിന് ശേഷം ഏറ്റുപറഞ്ഞിട്ട് കാര്യമില്ല. അവസരം ലഭിക്കുമ്പോൾ ഏറ്റുപറയാതെ പിന്നീട് പറഞ്ഞിട്ട് പ്രയോജനമില്ല. അവസരം ഇപ്പോൾ തന്നെ, സുപ്രസാദകാലം ഇപ്പോൾ തന്നെ, രക്ഷാദിവസം. സുപ്രസാദകാലം നമുക്ക് തന്നിരിക്കുന്നു. ദൈവം പ്രസാദിക്കുന്ന ഒരു സമയം നമുക്ക് തന്നിരിക്കുന്നു. രക്ഷാദിവസം നമുക്ക് തന്നിരിക്കുന്നു. ഇന്ന് നമുക്ക് ബുദ്ധിയുണ്ട്, ഇന്ന് നമുക്ക് ആലോചിക്കാൻ ശക്തിയുണ്ട്, ഓർമ്മിക്കാൻ കഴിവുണ്ട്, ഇന്ന് നമുക്ക് ബോധമുണ്ട്, ഇന്ന് നമുക്ക് ഏറ്റുപറയാം, ഇന്ന് നമുക്ക് പാപത്തെ ഓർത്ത് അനുദപിക്കാം. അതിനുള്ളതായ സാധ്യതയുണ്ട്. ഇന്ന് ക്ഷമിക്കുവാൻ യേശുക്രിസ്തു കൃപാസനത്തിലിരിക്കുന്നു. കൃപാസനത്തിലിരിക്കുന്നവൻ ന്യായാസനത്തിലേക്ക് മാറുന്നൊരു ദിവസം വരും. ഏത് പാപിക്കും അടുത്തു വരാം, ഏത് നിഷ്ഠൂരനും അടുത്തു വരാം, ഏത് ഘോരപാതകിക്കും അടുത്തു വരാം, ഏത് നിഷ്ഠൂരപാതകിക്കും അടുത്തു വരാം. ആർക്കും ഇന്ന് രക്ഷ കിട്ടും. എന്നാൽ യേശുക്രിസ്തു കൃപാസനത്തിൽ നിന്ന് മാറി ന്യായാസനത്തിലേക്ക് മാറിയിരിക്കുന്നൊരു സമയം വരും. ന്യായാധിപതിയായി വാഴുന്നൊരു സമയം വരും. കൃപയുടെ വാതിൽ അടയ്ക്കുന്നൊരു സമയം വരും. പെട്ടകത്തിൻ്റെ വാതിൽ അടയ്ക്കുന്നൊരു സമയം വരും. ഇന്ന് കൃപയുടെ വാതിൽ തുറന്നിരിക്കുന്നു. മകനെ, പാപത്തെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുക. മകളെ, നിൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുക. പാപം ക്ഷമിക്കാൻ ഊനമില്ലാത്ത കുഞ്ഞാടിൻ രക്തമുണ്ട്. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തമുണ്ട്. ഗോകുൽത്തായിലെ കുരിശിൽ അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിൻ്റെ രക്തമുണ്ട്. ഇന്ന് പാപിയെ വീണ്ടെടുക്കുന്ന രക്തമുണ്ട്. ഇന്ന് പാപിയെ കഴുകുന്ന രക്തമുണ്ട്. ഏത് പാപിക്കും മോചനം തരുന്ന രക്തമുണ്ട്. ഏത് പാപത്തിനും പരിഹാരം തരുന്ന തിരുരക്തമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. പാപങ്ങളെ ഏറ്റുപറയുവീൻ. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം സകല പാപവും നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ തിരുരക്തത്തിൽ കഴുകപ്പെടാത്ത പാപമില്ല.
സ്നേഹിതരെ, യേശുക്രിസ്തുവിന്റെ തിരുരക്തത്തിൽ മോചനമില്ലാത്ത പാപമില്ല. എല്ലാ പാപവും മോചിക്കപ്പെടും. നിങ്ങൾ വിശ്വസിക്കൂ. ഇപ്പോൾ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ തിരുരക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് കുരിശിൻ ചുവട്ടിലേക്ക് നിങ്ങൾ എഴഞ്ഞു വരൂ. യേശുവേ, നിന്റെ കുരിശിൻ ചുവട്ടിലേക്ക് ഞാനിതാ എഴഞ്ഞു വന്ന് കുരിശിൻ്റെ പാദം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാനിവിടെ നിന്റെ കരുണയ്ക്ക് വേണ്ടി അഭയയാചന ചെയ്യുകയാണ്. കുരിശിൽ കൂടി ഒലിച്ചിറങ്ങിയ തിരുവിലാവിലെ തിരുരക്തം ഇപ്പോൾ എൻ്റെ നാഥ എൻ്റെ മേൽ ഒരു തുള്ളി പതിയണമേ, എന്നെ കഴുകണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. യേശുവേ, തിരുരക്തത്താൽ എൻ്റെ എല്ലാ ദുശ്ശീലങ്ങളും മാറ്റണമേ. തിരുരക്തത്താൽ എൻ്റെ ദുസ്വഭാവങ്ങൾ മാറ്റണമേ. തിരുരക്തത്താൽ എൻ്റെ അനീതി മാറ്റണമേ. തിരുരക്തത്താൽ എൻ്റെ വ്യാജഭാവം മാറ്റണമേ. തിരുരക്തത്താൽ എൻ്റെ കപടഭക്തി മാറ്റണമേ. തിരുരക്തത്താൽ എൻ്റെ സ്വാർത്ഥത മാറ്റണമേ. തിരുരക്തത്താൽ എൻ്റെ അഹങ്കാരം മാറ്റണമേ. തിരുരക്തത്താൽ എൻ്റെ സ്വയപ്രശംസ മാറ്റണമേ. തിരുരക്തത്താൽ എൻ്റെ സ്വയത്തെ മാറ്റണമേ. യേശുവേ, തിരുരക്തത്താൽ എൻ്റെ തിന്മകളെല്ലാം മാറ്റണമേ. പാപമയമായ പ്രകൃതി മാറ്റി വിശുദ്ധ സ്വഭാവം എനിക്ക് തരണമേ. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ഈ തലമുറയിലെ ഒരു വിശുദ്ധനായി ജീവിപ്പാൻ, ഒരു ശുദ്ധിമതിയായി ജീവിപ്പാൻ എനിക്ക് നീ ഭാഗ്യം തരണമേ. സ്നേഹിതരെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. ശുദ്ധിമാന്മാരായി തീരൂ, ശുദ്ധിമതികളായി തീരൂ. വിശുദ്ധ തലമുറ എഴുന്നേൽക്കട്ടെ, വിശുദ്ധ തലമുറ ഉണരട്ടെ, വിശുദ്ധിയുള്ള ഒരു തലമുറ ദേശമെമ്പാടും വളരട്ടെ. അനേകർ വിശുദ്ധിയുടെ പ്രവാചകരായി തീരട്ടെ. വിശുദ്ധിയുടെ ദീപശിഖ കരങ്ങളിൽ ഏന്തിക്കൊണ്ട് ഇന്ന് ജീവനുള്ള ക്രിസ്തുവിനെ സാക്ഷിച്ചുകൊണ്ട് ജീവിപ്പാൻ അനേകർക്ക് ദൈവം ഭാഗ്യം തരട്ടെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധരായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി സ്തോത്രം. കൃപയുടെ വചനങ്ങൾക്കായി സ്തോത്രം. ഇപ്പോഴും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തത്തിനായി സ്തോത്രം. നന്മകൾക്കും കൃപകൾക്കുമായി സ്തോത്രം. എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും തലോടണമേ, കണ്ണുനീര് തുടയ്ക്കണമേ, രോഗങ്ങൾ സൗഖ്യമാക്കണമേ, കുടുംബ സമാധാനം നൽകണമേ. എൻ്റെ നാഥ, ശാപങ്ങളും ദോഷങ്ങളും മാറ്റണമേ. പൈശാചിക ബാധകൾ മാറ്റണമേ. പൈശാചിക ബന്ധനങ്ങൾ അഴിക്കണമേ. ദുരാത്മബാധകൾ നീക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.